കൃത്രിമ സൂര്യൻ എന്ന് കേൾക്കുമ്പോൾ ആകാശത്ത് സ്ഥാപിക്കാൻ നിർമ്മിക്കപ്പെട്ട ഒന്ന് എന്ന് ചിലരെങ്കിലും കരുതിയേക്കാം. ഭൂമിയിൽ ഒരിടത്ത് സ്ഥാപിക്കപ്പെട്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റിയാക്ടർ മാത്രമാണിത്. ചൈനയിലെ നാഷണൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ എന്ന സംഘടനയാണ് ഇത് നിർമ്മിക്കുന്നത്. എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കാമാക് എന്നാണ് ഇതിന്റെ പേര്, അഥവാ ഈസ്റ്റ് എന്നാണ് ഇതിന്റെ ചുരുക്കെഴുത്ത്. ടോക്കാമാക് എന്ന ഡിസൈനിൽ ഡോണറ്റ് മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈഡ്രജനാണ് ഇതിന് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. കൂടാതെ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളായ ഡ്യൂറ്റേറിയം, ട്രിറ്റിയം എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. ഇവയെ റിയാക്ടറിനുള്ളിൽ നിക്ഷേപിച്ച ശേഷം പുറത്തുനിന്നും വലിയ രീതിയിലുള്ള ഊർജ്ജം നൽകുന്നതോടുകൂടി ഹൈഡ്രജൻ പ്ലാസ്മയായി മാറുകയും ഖരരൂപത്തിലുള്ള പദാർത്ഥം ചൂടാകുമ്പോൾ ദ്രാവക രൂപവും വീണ്ടും ചൂടാക്കിയാൽ അത് വാതക രൂപത്തിലേക്കും പിന്നെയും ചൂടാക്കിയാൽ പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥയായ പ്ലാസ്മ രൂപത്തിലേക്ക് ആവുകയും ചെയ്യുന്നു. പ്ലാസ്മയിൽ ആറ്റത്തിന്റെ ഇലക്ട്രോണുകൾ പിരിഞ്ഞു പോവുകയും പ്രോട്ടോണുകൾ അസ്ഥിരമായി വളരെ വേഗം സഞ്ചരിക്കുകയും ചെയ്യും. തൽഫലമായി പ്ലാസ്മ റിയാക്ടറിന്റെ ഉള്ളിലൂടെ വളരെ വേഗം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. റിയാക്ടറിന്റെ ചുമരുകളിൽ സൂപ്പർ കണ്ടക്ടറുകൾ കാരണം തീവ്രമായിട്ടുള്ള കാന്തിക വലയം രൂപപ്പെടുന്നു. കാന്തിക വലയത്തിന്റെ സമ്മർദ്ദവും അതിവേഗത്തിലുള്ള പ്ലാസ്മയും കാരണം മേൽപ്പറഞ്ഞ ഹൈഡ്രജൻ പ്രോട്ടോണുകൾ കൂട്ടിയിടിക്കുകയും ഇവ ചേർന്ന് ഹീലിയം ആറ്റം രൂപപ്പെടുകയും ചെയ്യുന്നു. ഒപ്പം വൻതോതിലുള്ള ഊർജം ഉണ്ടാവുന്നു, അഥവാ ചൂട്. ചുറ്റുമുള്ള കാന്തവലയത്തിന്റെ ശക്തിയും സമ്മർദ്ദവും മൂലം പ്ലാസ്മ വേഗത്തിൽ സഞ്ചരിക്കുകയല്ലാതെ ഭിത്തിയിൽ തട്ടുന്നില്ല. ലോഹഭിത്തികൾ ഉരുക്കില്ലാതെ നിർമ്മിക്കുന്നത് അക്കാരണത്താലാണ്. കൂടാതെ അത്യാധുനിക കൂളിംഗ് സിസ്റ്റവും ഇതിലുണ്ട്. ചുരുങ്ങിയ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ശതമാനം ചൂട് കുറയ്ക്കുവാനും ഇതിന് കഴിയും. സൂര്യന്റെ ഉപരിതല ചൂട് 5000 ഡിഗ്രിയോളമാണ്. ഇതിൽ ഏറെക്കുറെ എല്ലാ ലോഹങ്ങളും ഉരുകും. സൂര്യന്റെ മധ്യഭാഗത്തെ താപനില ഏതാണ്ട് 1.5 കോടിയോളമാണ്. ചൈനയുടെ കൃത്രിമ സൂര്യന്റെ ചൂട് 15 കോടി ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒറിജിനൽ സൂര്യനേക്കാൾ 10 മടങ്ങ് അധികമാണിത്.